ഇസ്രായേലിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും. ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചങ്ങളെയെല്ലാം തകർത്താണ് ഈ സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിനുള്ളിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. രാജ്യത്ത് 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പോലും ഇസ്രായേലിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിന് സംഭവിച്ച നഷ്ടങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആർമി. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ സംഭവിച്ച നഷ്ടങ്ങളാണ് സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് സൈന്യത്തിൻ്റെ വെളിപ്പെടുത്തൽ. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് സൈന്യത്തിൻ്റെ ഈ മാറ്റം. ഇത്തരം കാര്യങ്ങൾ പൊതുവെ ഇസ്രായേൽ തുറന്നു സമ്മതിക്കാറേയില്ല. മാധ്യമ വാർത്തകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടെത്തുക. പലപ്പോഴും ആ വാർത്തകളൊന്നും ആധികാരികവും ആയിരിക്കില്ല. ഹിസ്ബുള്ള ആക്രമണത്തിൽ നേവി കപ്പലിലെ നാവികൻ കൊല്ലപ്പെട്ടെന്നും 2 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇസ്രായേൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോം ഇൻ്റർസെപ്റ്ററിൽ നിന്നുള്ള ഭാഗങ്ങൾ തെറിച്ചു വീണാണ് അത്യാഹിതം സംഭവിച്ചതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വിശദീകരണം. അതിനിടെ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടു. തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇറാൻ നിശബ്ദമായിരിക്കുന്നു. എന്നാൽ ഹമാസ് നേതാവിൻ്റെ മരണത്തിന് ശക്തമായ തിരിച്ചടിയുമായി മുന്നോട്ട് പോവുകയാണ് ലെബനൻ സായുധ സേനയായ ഹിസ്ബുള്ള. അതിശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ വടക്കൻ ഇസ്രായേലിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. റോക്കറ്റ്, ഡ്രോൺ സൈറനുകൾ രാവിലെ മുതൽ തന്നെ തുടർച്ചയായി മുഴങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ള ആക്രമണം ശക്തമായതോടെ ഇസ്രായേൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര നടപടികളുടെ തുടക്കം മാത്രമാണ് ഇതെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. വ്യോമാക്രമണത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നതായി ബോധ്യപ്പെട്ടു. അതിനാലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് അധികൃതരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈനിക വക്താക്കൾ പറഞ്ഞു. തെക്കൻ ലെബനനിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. രാജ്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചും ഉപദ്രവിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതായി അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു. തിരിച്ചടിയായി ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 300-ലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള അയച്ചത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള സീനിയർ ജനറൽ ഫൗദ് ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷമായത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്.